ഇസ്രയേൽ ആക്രമണത്തിനിടയിൽ വടക്കൻ ഗസയിൽ പട്ടിണി പിടിമുറുക്കുന്നു. ഒരു വനിതാ ബന്ദി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു. ഔദ്യോഗിക രേഖകളും മറ്റും തന്റെ ഓഫീസിൽ ചോർന്ന സംഭവത്തിൽ ഇസ്രയേലിന് വലിയ നഷ്ടമുണ്ടായതായി നെതന്യാഹു പറഞ്ഞു. അതിനിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിനെ മറികടക്കാൻ അമേരിക്കയുമായി നെതന്യാഹു തിരക്കിട്ട ചർച്ച നടത്തി. ലബനാനിലും ഇസ്രയേൽ ആക്രമണം അതിരൂക്ഷമാണ്. MC നാസറുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, ആദ്യം നമുക്ക് ഗസയിലെ സ്ഥിതിയിലേക്ക് വരാം. പട്ടിണി രൂക്ഷമാകുന്ന സ്ഥിതിയാണോ ഇപ്പോൾ ഉള്ളത്? സന്നദ്ധ സംഘടനകൾക്ക് അവിടെ ഭക്ഷണം എത്തിക്കാൻ കഴിയുന്നില്ലേ? രശ്മ, വലിയ തോതിൽ തന്നെ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് വടക്കൻ ഗസ കടന്നു പോകുന്നത്. നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഉപരോധം, അതോടൊപ്പം തന്നെ വ്യാപകമായിട്ടുള്ള ആക്രമണം, ഇത് രണ്ടും ചേർന്നുകൊണ്ടാണ് വടക്കൻ ഗസയുടെ അവസ്ഥ ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ഒരു സ്ഥിതിയിൽ എത്തിച്ചിരിക്കുന്നത്. ഏതെങ്കിലും അർത്ഥത്തിൽ ഇവിടേക്ക് സഹായം എത്തിക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായിട്ടുള്ള വളരെ പരിമിതമായിട്ടുള്ള ട്രക്കുകൾ മാത്രമാണ് വടക്കൻ ഗസയിലേക്ക് വരുന്നത്. അതുമാത്രമല്ല, ആശുപത്രി സംവിധാനങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെ വീണ്ടും ആക്രമണം നടക്കുകയും നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആരോഗ്യരംഗം പൂർണ്ണമായി തന്നെ അവതാളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ വൈദ്യ സംവിധാനം തകർന്നതോടൊപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര ഏജൻസികൾ, പ്രധാനമായിട്ടും UN ഏജൻസികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നടുക്കുന്ന നിർദ്ദേശങ്ങളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ ലോകസമൂഹത്തിന് മുമ്പാകെ നൽകുന്നത്. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ പട്ടിണി മരണം അതിന്റെ വ്യാപ്തിയിലേക്ക് നീങ്ങുകയും ആയിരങ്ങൾ കൊല്ലപ്പെടുന്ന ഒരവസ്ഥ രൂപപ്പെടും എന്നുകൂടിയാണ് വ്യക്തമാക്കുന്നത്. ഏതാണ്ട് ഒരു ദിവസത്തിൽ ഒരു നേരം പോലും കൃത്യമായിട്ടുള്ള ഭക്ഷണം ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കും സ്ത്രീകൾക്കും നൽകാൻ സാധിക്കുന്നില്ല എന്നുകൂടി UN ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. നാസർ, ഒറ്റ കാര്യം കൂടി, ക്രിമിനൽ കോടതിയുടെ നടപടിക്കെതിരെ എന്തെല്ലാം ആലോചനകളാണ് അമേരിക്കയും ഇസ്രയേലും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്? രശ്മ, ICC അംഗത്വമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, നെതന്യാഹുവും യോവ് ഗാലന്റും തങ്ങളുടെ മണ്ണിൽ കാലുകുത്തിയാൽ സ്വാഭാവികമായിട്ടും അവരെ അറസ്റ്റ് ചെയ്യുകയും ഹേഗിലെ കോടതിക്ക് കൈമാറുകയും ചെയ്യും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 120ഓളം രാജ്യങ്ങളാണ് ഈ ICC അംഗത്വമുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു സമ്മർദ്ദത്തിലാണ് നെതന്യാഹു ഉള്ളത്. അതേസമയം അമേരിക്ക പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ ഇസ്രായേലിന് ഇക്കാര്യത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും നയതന്ത്ര തലത്തിൽ ചില നീക്കങ്ങൾ നടക്കുകയും ഈ ഒരു വാറണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ദുർബലപ്പെടുത്താനുള്ള ഒരു സാധ്യത രൂപപ്പെടും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ അമേരിക്ക നൽകിയിരിക്കുന്നത്. തിരക്കിട്ട കൂടിയാലോചനകളാണ് വിവിധ രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ നെതന്യാഹു തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഈ ഒരു അറസ്റ്റ് വാറണ്ട് രൂപപ്പെടുത്തിയ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്ന ഒരു വിലയിരുത്തലുമാണ് നെതന്യാഹു ഉള്ളത്. പക്ഷേ മിക്ക രാജ്യങ്ങളും, ഇറ്റലി, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഒരേ സ്വരത്തിൽ തന്നെ ഈ ICCയുടെ നിലപാടിനെ അംഗീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഹംഗറി മാത്രമാണ് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ഒരു ICC രാജ്യം.